ഇന്നത്തെ നമ്മുടെ റെസിപ്പി കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഞങ്ങൾക്ക് ചെയ്യാനറിയാം. പക്ഷേ ഇങ്ങനെ ചെയ്യുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഓയിൽ ഒരുപാട് ലാഭിക്കാനായിട്ട് പറ്റും കേട്ടോ. ഒരുപാട് ഓയിൽ ഉപയോഗിക്കാതിരിക്കാനും കഴിയും. അതിനുവേണ്ടി നമ്മൾ പൊട്ടറ്റോ ഫ്രൈ ആണ് കേട്ടോ നോക്കാൻ വേണ്ടി പോകുന്നത്. അതിനുവേണ്ടി ഇങ്ങനെ ക്യൂബായിട്ട് തന്നെ നിങ്ങൾ പൊട്ടറ്റോ മാക്സിമം വളരെ ചെറുതാക്കി എന്നാൽ ക്യൂബായിട്ട് കട്ട് ചെയ്യാൻ നോക്കുക. പിന്നെ അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ഇത്ര മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. നമ്മൾ നോർമലായിട്ടുള്ള ഫ്രൈ ഇത് നന്നായി അങ്ങ് മിക്സ് ചെയ്യാം. അതായത് കുറച്ച് എണ്ണ അതിനകത്തുള്ളൂ കേട്ടോ. ആ കുറച്ചൊരു 2-3 ടേബിൾ സ്പൂൺ ഉണ്ടാവും. ഇത് വെച്ച് തന്നെയാണ് നമ്മൾ ഫുള്ളായിട്ടുള്ള പൊട്ടറ്റോസ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. പറഞ്ഞു എന്ന് വെച്ചാൽ നിങ്ങൾ വിശ്വസിക്കില്ല. ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ പൊട്ടറ്റോ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ളതും ലാഭിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഓയിൽ അധികം ഇത് കുടിക്കാത്ത പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ലാണ്ട് പല ടൈപ്പിലും നമ്മൾ ഉണ്ടാക്കിയെടുക്കും. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ നോക്കിയേ ഓയിൽ ഒട്ടും കുടിക്കുന്നില്ല കേട്ടോ. നമ്മുടെ പൊട്ടറ്റോസ് ഓയിൽ കുടിക്കുന്നില്ല. അടിപൊളി ഫ്രൈയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു തവണയെങ്കിലും ഈ രീതിയിൽ ഒന്ന് പൊട്ടറ്റോ ഫ്രൈ ഉണ്ടാക്കാൻ നോക്കുക. കിട്ടുവാണ് നോക്കൂ. ഞാൻ ചോറും പിന്നെ നമ്മുടെ ഓംലേറ്റിൽ സ്പെഷ്യൽ ഓംലേറ്റ്, മസാല ഓംലേറ്റും പൊട്ടറ്റോ ഫ്രൈയും എല്ലാം കൂടി അങ്ങോട്ട് കൂട്ടിക്കുഴച്ച് ഒന്ന് കഴിച്ചാലുണ്ടല്ലോ ഗൈസ്, കിട്ടു പറഞ്ഞാൽ കിട്ടുവാണ്. അപ്പോൾ ഇനി പൊട്ടറ്റോ ഫ്രൈ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ടൊന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ ഗൈസ്. ബൈ, ഇത് എൻ്റെ മാത്രം ഒപ്പീനിയനാണ് കേട്ടോ.